ലതീഷ് കൂടി ചേരുകയാണ്. ലതീഷ്, കോഴിക്കോടടക്കം എങ്ങനെയുണ്ട് മലബാർ മേഖലയെ സംബന്ധിച്ച് ദേശീയ പണിമുടക്ക്? ശരത്ത്, വടക്കൻ കേരളത്തിലും പണിമുടക്ക് പൂർണ്ണമാണ്. ജനങ്ങൾ പൂർണ്ണമായും ഈ പണിമുടക്കിനോട് ഐക്യപ്പെടുന്നതാണ് നമുക്ക് വടക്കൻ കേരളത്തിൽ കാണാൻ കഴിഞ്ഞത്. എല്ലാ മേഖലയും, തോട്ടം മേഖലയും വ്യവസായ മേഖലയും എല്ലാം പൂർണ്ണമായും പണിമുടക്കിനോട് ഐക്യപ്പെടുന്നു. പാലക്കാട്ടെ വ്യവസായ മേഖല പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്. വയനാട്ടിലേക്ക് പോവുകയാണെങ്കിൽ തോട്ടം മേഖലയിൽ പണിമുടക്ക് പൂർണ്ണമാണ്. ആ തരത്തിൽ എല്ലാ വിഭാഗം തൊഴിലാളികളും ഈ പണിമുടക്കിൽ സജീവമായി തന്നെ പങ്കെടുക്കുന്നു. അവരുടെ ആവശ്യം എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ പണിമുടക്കിനോട് അവർ ഐക്യപ്പെടുന്നത്. ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വടക്കൻ കേരളത്തിലെവിടെയും KSRTCയോ അതേപോലെ തന്നെ സ്വകാര്യ ബസ്സുകളോ സർവീസ് നടത്തിയില്ല. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. വളരെ കുറച്ച് സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിലത്തിലിറങ്ങിയത്. ഒപ്പം സർക്കാർ ഓഫീസുകളുടെ ഹാജർ നില പരിശോധിക്കുകയാണെങ്കിൽ അവിടെയും ഹാജർ നില വളരെ കുറവായിരുന്നു. ബസ് സർവീസും മറ്റു പൊതുഗതാഗതങ്ങളുമെല്ലാം പൂർണ്ണമായും നിശ്ചലമായ ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായും ആളുകൾക്ക് ഓഫീസിലെത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ജീവനക്കാരും വലിയ തോതിൽ ഈ പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പണിമുടക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ദീർഘദൂര KSRTC ബസ്സുകൾ രാവിലെ വയനാട്ടിലും കോഴിക്കോടുമെല്ലാം സർവീസ് നടത്തിയിരുന്നു. കാരണം അവർക്ക് ഇന്നലെ 12 മണിക്ക് മുമ്പായി സർവീസ് ആരംഭിച്ച, ബംഗളൂരുവിൽ നിന്നടക്കം സർവീസ് ആരംഭിച്ച ചില KSRTC ബസ്സുകളുണ്ടായിരുന്നു. അവർ അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നവരെ സർവീസ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം റെയിൽവേ സ്റ്റേഷനിലും മറ്റും എത്തിയ ആളുകൾക്ക് ഇത്തരത്തിൽ KSRTC ബസ് സ്റ്റാൻഡിലും മറ്റും എത്താനുള്ള സൗകര്യവും പോലീസ് ഏർപ്പെടുത്തിയിരുന്നു. ശരത്, ദേശീയ പണിമുടക്ക് കേരളത്തെ എങ്ങനെ ബാധിച്ചു എന്നത് സംബന്ധിച്ച വിവിധങ്ങളായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മധ്യ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിൽ നിന്നും മലബാർ മേഖലയിൽ നിന്നും ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിയത്. പൂർണ്ണമായും ഗതാഗത സംവിധാനങ്ങൾ നിശ്ചലമായി സ്തംഭിച്ച ഒരു സാഹചര്യം. അങ്ങനെ കേരളം നിശ്ചലമായ ഒരു സാഹചര്യമാണ്. ജനജീവിതത്തെ ഈ ദേശീയ പണിമുടക്ക് അത്രമേൽ സാരമായി തന്നെ ബാധിച്ചിരിക്കുന്നു. ട്രേഡ് യൂണിയനുകൾ, എല്ലാ ട്രേഡ് യൂണിയനുകളും വളരെ ശക്തമായി തന്നെ ഈ സമരരംഗത്ത് നിൽക്കുന്നു. ജീവനക്കാരുടെ സംഘടനകൾ നിൽക്കുന്നു. KSRTCയിലെ തൊഴിലാളി യൂണിയനുകൾ സമരരംഗത്താണ്. അങ്ങനെ അതുപോലെ കർഷക സംഘടനകൾ, കർഷക തൊഴിലാളി യൂണിയനും കർഷക സംഘവും അടക്കം കർഷക രംഗവും ഈ സമരത്തോട് ഐക്യദാർഢ്യപ്പെട്ട് നിൽക്കുന്നു. അങ്ങനെ സമസ്ത അവശ്യ സർവീസുകളെ മാത്രമാണ് ഈ ദേശീയ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. മറ്റെല്ലാവരെയും ഈ സമരം, ദേശീയ പണിമുടക്കും അതിൻ്റെ കാരണങ്ങളും വളരെ കാര്യമായി ബാധിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പണിമുടക്കുമായി സഹകരിക്കണം എന്ന നിലയിൽ തന്നെയാണ് സമര നേതാക്കൾ മുൻകൂറായി തന്നെ പറഞ്ഞിരുന്നത്. ഇത് കേരളത്തെ, ഈ ദേശീയ പണിമുടക്ക് വലിയ തോതിൽ ബാധിച്ചു. കേരളം നിശ്ചലമാകും വിധത്തിലേക്കുള്ള കേരളത്തിൻ്റെ ശക്തമായ പ്രതിഷേധം പ്രകടമാകുന്നു എന്നുള്ളത് കൂടിയാണ്.